ഹലോ മക്കളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കായിരിക്കും അല്ലെ. അപ്പൊ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഏതൊക്കെ പോർഷനിൽ നിന്നായിരിക്കും എസ് എ ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആയിരിക്കും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ അറിയണം എന്നില്ലേ? യെസ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ, നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത, മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പബ്ലിക് എക്സാമിന് ഷുവർ ആയിട്ടും എസ് എ പോർഷനിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ പോർഷൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. യെസ്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റിലെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. 5 മാർക്കിന് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ജസ്റ്റ് എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള HTML കോഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ടേബിൾ HTML ക്രിയേറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗുകൾ ഏതൊക്കെയാണ്? ആദ്യം തന്നെ നമ്മൾ ടേബിൾ ടാഗ് യൂസ് ചെയ്യും. നമ്മുടെ HTML ഹെഡ് ഈ കാര്യങ്ങളൊക്കെ എഴുതി ബോഡിയുടെ താഴെ നമ്മൾ ടേബിൾ ടാഗ് വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പൊ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കമ്പൈലറിനെ അറിയിക്കുകയാണ് ടേബിൾ ടാഗ് യൂസ് ചെയ്തുകൊണ്ട്. അതിന്റെ താഴെയായിട്ട് നമ്മൾ TR ടാഗ്, TD ടാഗ്, TH ടാഗ്, ഇവരെ 3 പേരെയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടേബിളിന്റെ തൊട്ട് താഴെ എപ്പോഴും നമ്മൾ TR ടാഗിനെ ആയിരിക്കും യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ടേബിൾസിൽ എന്താ വേണ്ടത്? റോസ് ആ വേണ്ടത്. അപ്പം റോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TR ടാഗിനെ യൂസ് ചെയ്യുക. അപ്പൊ TR എന്ന് പറഞ്ഞു കഴിയുമ്പം ടേബിൾ റോ ആണ്. സോ റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ TR ടാഗിനെ യൂസ് ചെയ്യുന്നു. അപ്പൊ റോ ആഡ് ചെയ്തു, ഫസ്റ്റ് റോ നമ്മൾ ആഡ് ചെയ്തു. ഇനി ഈ റോയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണം. എപ്പോഴും ഫസ്റ്റ് റോയിൽ നമ്മൾ ടേബിൾ ഹെഡിങ് അല്ലേ കൊടുക്കുക. അപ്പൊ ടേബിൾ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് TH ടാഗിനെ ആയിരിക്കും. അപ്പോൾ ഈ TR ടാഗിന്റെ തൊട്ട് താഴെ നമ്മൾ ആരെ കൊടുക്കും? TH ടാഗിനെ കൊടുക്കും. ഓക്കെ, അങ്ങനെ TH ടാഗിനെ കൊടുത്ത് അവിടെ നമ്മൾ എന്ത് കൊടുക്കും? നമ്മുടെ ടേബിളിനുള്ള ഹെഡിങ് നമ്മൾ മെൻഷൻ ചെയ്യും. ആൻഡ് അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? TR ടാഗ് ക്ലോസ് ചെയ്യാണ്. TR ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഹെഡിങ്ങിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് റോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്യാണ്. അതിന് വീണ്ടും നമ്മൾ TR ടാഗ് ഓപ്പൺ ചെയ്യണം. അപ്പൊ എത്ര തവണ റോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത്രയും തവണ നിങ്ങൾ TR ടാഗിനെ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ നെക്സ്റ്റ് എന്താ കൊടുക്കുക? ടേബിൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ ടേബിൾ ഡേറ്റ നമ്മൾ കൊടുക്കണം. ആ ടേബിൾ ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TD ടാഗിനെ യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ടേബിൾ ഡേറ്റ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക? TD ടാഗിനെ യൂസ് ചെയ്യുക. അപ്പോൾ TD ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ടേബിൾ ഡേറ്റ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വീണ്ടും TR ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ എത്ര നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എത്ര ഡേറ്റ ആഡ് ചെയ്യാനുണ്ടോ അത്രയും റോസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഈ ഡേറ്റാനെ TD ടാഗ് വെച്ചിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നിങ്ങളോട് ഇപ്പോഴും ചോദിക്കുക വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ ഇവിടെ കണ്ടോ, റോൾ നമ്പർ, നെയിം, ആര്യ, അരുൺ, അവരുടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ടേബിൾ. വളരെ കുഞ്ഞൊരു ടേബിൾ ആണ്, സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ്. അപ്പൊ ഈ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. സിമ്പിൾ ആയിട്ട് 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇങ്ങനെ കോഡ് പഠിച്ചു വെക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകളെ കുറിച്ചിട്ട്, ആൻഡ് അതുപോലെ തന്നെ ഈ ടേബിളിന്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ്, അതായത് നമുക്ക് BG കളറ്, ബോർഡർ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ആക്കുവാണെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് 5 മാർക്ക് സുഖമായിട്ട് മേടിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് SQL ക്വറീസ്. അപ്പം SQL ക്വറീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാ? SQL ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് 3 കമാൻഡുകളാണ് ഉള്ളത്.
DDL, DML ആൻഡ് DCL. ആൻഡ് ഈ കമാൻഡുകളുടെ ബേസിൽ നമുക്ക് കുറച്ച് കീവേഡ്സ് ഉണ്ട്. സെലക്ട്, ഫ്രം, വെയർ, ഓർഡർ ബൈ, ഗ്രൂപ്പ് ബൈ ആൻഡ് ഹാവിങ്. ആൻഡ് ഈ കീവേഡ്സ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും ഇതിന്റെ പർപ്പസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം. ഫസ്റ്റ് കീവേഡ് എന്താണ്? സെലക്ട്. സെലക്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ഡേറ്റ, എന്ത് ഡേറ്റയാണോ എടുക്കേണ്ടത്, അപ്പൊ ആ ഒരു ഡേറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് എന്ന് പറയുന്ന കീവേഡിനെ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രം. ഫ്രം എന്ന് പറയുന്നത് എന്താ? ഫ്രം ടേബിൾ നെയിമാണ് നമ്മൾ കൊടുക്കുക. അപ്പം ഈ ഒരു ടേബിളിൽ നിന്നാണ് എനിക്ക് ഡേറ്റ വേണ്ടത്. ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ എന്താ പറയുക, കമ്പൈലറിന് കൊടുക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫ്രം എന്ന് പറയുന്ന കീവേഡിനെ നമ്മൾ യൂസ് ചെയ്യുക. ഫ്രം ടേബിൾ നെയിം നമ്മൾ മെൻഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് വെയർ ആണ്. കണ്ടീഷൻസ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് റോസിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെയർ ക്ലോസിനെ നമ്മൾ യൂസ് ചെയ്യുക. ഓർഡർ ബൈ. ഓർഡർ ബൈ എന്ന് പറയുന്നത് ഇപ്പം ക്വസ്റ്റ്യനിനകത്ത് നമുക്ക് പറയുകയാണ് നിങ്ങളോട് ഈ ഒരു ടേബിളിനകത്തുള്ള ഡീറ്റെയിൽസിനെ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുക. അപ്പൊ അങ്ങനെ നമുക്കൊരു ഓർഡർ ബൈ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ഗ്രൂപ്പ് ബൈ, ഇതിനെ അഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റോസിനെ ഗ്രൂപ്പ് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റോസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ഈ ഒരു കീവേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹാവിങ് ആണുള്ളത്. ഈ ഫിൽറ്റർ ഒക്കെ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് വീണ്ടും എനിക്ക് ഫിൽറ്റർ ചെയ്യണം. അപ്പൊ അത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാവിങ് എന്ന് പറയുന്ന കീവേഡിനെ നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഈ വെയർ ക്ലോസിൽ നമ്മൾ കണ്ടീഷൻസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ വെയർ ക്ലോസിൽ മെയിൻ ആയിട്ടും എന്ത് കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്യുക? വെയർ ക്ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലോസ് ആണ് കേട്ടോ. അപ്പൊ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് യൂസ് ചെയ്യുക? നമുക്ക് എക്സാക്ട് മാച്ച് ആണെങ്കിൽ ഈക്വൽ ടു നമ്മൾ യൂസ് ചെയ്യും. ന്യൂമറിക് കമ്പാരിസൺസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ 3 വാല്യൂസ് വേറെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന്, ബിറ്റ്വീൻ, ലൈക്ക്. ഇന്നെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടേബിളിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് വാല്യൂ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്ട്രിങ് യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിനെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഏതെങ്കിലും വാല്യൂസിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബിറ്റ്വീൻ. ആൻഡ് ലൈക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റ് പാറ്റേൺ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഏതെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു ടേബിളിനകത്ത് M എന്നുള്ള ലെറ്റർ വരുന്ന വേർഡ്സ് എല്ലാം കൂടെ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമുക്ക് മെയിൻ ആയിട്ട് 3 എണ്ണമാണ് ഉള്ളത്. കൗണ്ട്, സം, ആവറേജ്. കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ടേബിളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന റോസിന്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് കൗണ്ടിനെ നമ്മൾ യൂസ് ചെയ്യുക. സം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കോളത്തിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്കൊരു കോളം ഉണ്ട്, കോളത്തിന്റെ പേര് വരുന്നത് എമൗണ്ട് എന്നാന്ന് വിചാരിച്ചു. ആ എമൗണ്ട് എന്ന് പറയുന്ന ആ ഒരു കോളത്തിന്റെ ഉള്ളിലുള്ള വാല്യൂസിന്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ സം എന്ന് പറയുന്ന ഈ ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷനെ യൂസ് ചെയ്യുക. ആൻഡ് ആവറേജും അതുപോലെ തന്നെ ഒരു കോളത്തിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ആവറേജിനെ നമ്മൾ യൂസ് ചെയ്യുക. AVG നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. യെസ്, അപ്പം ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് വരുന്നത് ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങളോട് എന്തെങ്കിലും ക്വറീസ് എഴുതാനായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സിമ്പിൾ ആയിട്ട് 5 മാർക്ക് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, ഒരു 17 മിനിറ്റ്സ് വരുന്ന ഒരു വീഡിയോ മിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് SQL ക്വറീസ് നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും SQLനെ കുറിച്ച് ഡൗട്ട് ഉള്ള എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. യെസ്, ദെൻ നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്ന് പറയുന്നത്. അപ്പൊ ഈ അഡ്വാൻറ്റേജസ് ഓഫ് DBMS 5 മാർക്കിന് മാത്രമല്ല 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് DBMS എന്തൊക്കെയാണ് വരുന്നത്? നമുക്കത് സിമ്പിൾ ആയിട്ടൊരു എന്താ പറയുക ഒരു കോഡ് യൂസ് ചെയ്ത് പഠിക്കാം. ക്രൈസിസ് പ്ലസ് സെക് എന്ന് പറയുന്ന ഒരു കോഡ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കിക്കേ. ക്രൈസിസ് എന്ന് പറയുമ്പം കൺസിസ്റ്റൻസി, റിഡൻഡൻസി, ഇന്റഗ്രിറ്റി, ഷെയറിംഗ്, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ എല്ലാം ഫ്രണ്ടിൽ വരുന്നത് ഡേറ്റ എന്നുള്ള ഒരു വേർഡാണ്. അപ്പോൾ ഡേറ്റ കൺസിസ്റ്റൻസി, റിഡ്യൂസ് ഡേറ്റ റിഡൻഡൻസി, ആൻഡ് ഡേറ്റ ഇന്റഗ്രിറ്റി, ഡേറ്റ ഷെയറിംഗ്,
എഫിഷ്യന്റ് ഇൻഫോർമേഷൻ ആക്സസ്. ഓക്കെ, എഫിഷ്യന്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ഡേറ്റ ആക്സസ് എന്നാണ്. അപ്പൊ എഫിഷ്യന്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെന്താ, അത് ഇൻഫോർമേഷൻ ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇൻഫോർമേഷൻ, ഈ എഫിഷ്യന്റ് ഡേറ്റ എന്നുള്ളതിനെ ഇൻഫോർമേഷൻ എന്നുള്ളതാക്കി മാറ്റി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇൻഫോർമേഷന്റെ ഫ്രണ്ടിൽ നമ്മൾ ഡേറ്റ ഇടേണ്ട ആവശ്യമില്ല, ഇൻഫോർമേഷൻ ആക്സസ് എന്ന് നമുക്ക് കൊടുക്കാം. ആൻഡ് അതുപോലെ തന്നെ ഡേറ്റ സെക്യൂരിറ്റി. അതുപോലെ പിന്നെ നമുക്ക് വരുന്നത് സെക് എന്നുള്ള ഒരു വേർഡാണ്. എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, എഫിഷ്യൻസി, ക്രാഷ് റിക്കവറി. ഇത്രയാണ് DBMSന്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് റിലേഷണൽ ഓൾജിബ്ര. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. 5 മാർക്കിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ DBMS എന്നുള്ളൊരു പോർഷൻ തന്നെയാണിത്. നമുക്ക് വരുന്നത് ഏതൊക്കെയാണ്? സെലക്ട് ഉണ്ട്, പ്രൊജക്ട് ഉണ്ട്, യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്, സെറ്റ് ഡിഫറൻസ് ഉണ്ട്, കാർട്ടീസിയൻ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതെല്ലാം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഇതിന്റെ സിമ്പിൾസും അറിഞ്ഞിരിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള, അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കേണ്ട essay ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.